ഹായ് ഹലോ, ഇത് റോബിനാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിൽ നിങ്ങൾ കണ്ടാണല്ലോ ഞാനൊരു ബ്ലോഗിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പുതിയ ബ്ലോഗാണ്. അതിൽ ഞാനൊരു ഓൺലൈനിൽ മണി ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു വെബ്സൈറ്റിനെ പറ്റിയുള്ള റിവ്യൂ ആണ് എഴുതിയിരിക്കുന്നത്. പലരും വായിച്ചു കാണും. ഞാനിന്ന് ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം, പലരും ആ ബ്ലോഗ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് സത്യമാണോ, സ്കാമാണോ, പൈസ കിട്ടുമോ, അങ്ങനെ കുറേ സംശയങ്ങൾ. ഇതെങ്ങനെയാണ്? അപ്പോൾ പലരും ആദ്യം വിചാരിച്ചത് വൈറസാണ്. അപ്പോൾ ബ്ലോഗിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ട് ഹാക്കായി പോവോ, ഇത് ഞാൻ തന്നെ അയക്കുന്നതാണോ, അതോ എൻ്റെ അക്കൗണ്ട് ഹാക്കായോ എന്നതിനെല്ലാം ഉത്തരം ഞാൻ പറയും. ഇത് അക്കൗണ്ട് ഹാക്കായതോ വൈറസോ ഒന്നുമല്ല. ഈ ലിങ്കെല്ലാം ഞാൻ തന്നെ അയച്ചതാണ്. ആ ബ്ലോഗ് ഞാൻ തന്നെ എഴുതിയുണ്ടാക്കിയതാണ്. അത് ഞാനൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റിയുള്ള റിവ്യൂ ആണ് ആ ബ്ലോഗിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. ആ ബ്ലോഗ് ഞാൻ എങ്ങനെ യൂസ് ചെയ്തതെന്നും അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടായെന്നും എത്ര ഉണ്ടായെന്നും ഒക്കെയാണ് ആ ബ്ലോഗിൽ പറഞ്ഞിരിക്കുന്നത്. ആ ബ്ലോഗ് ഞാൻ നിങ്ങളെ ആദ്യമേ തന്നെ കാണിച്ചു തരാം. ഇന്ന് ഡേറ്റ് ഡിസംബർ 7-ാം തീയതി 2012 ഉച്ചയ്ക്ക് 1 മണി ആകുമ്പോൾ ന്യൂജേഴ്സിയിൽ എൻ്റെ ബ്ലോഗ് നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വന്നെത്തുന്നത് ഈ എൻ്റെ ബ്ലോഗിലോട്ടാണ്. www.mycashfreely.blogspot.com അതാണ് എൻ്റെ ബ്ലോഗിൻ്റെ URL. ഇതിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതായിരിക്കും നിങ്ങൾ ആദ്യം കാണുന്ന പേജ്. അതിലാദ്യം ഉള്ള പാരഗ്രാഫ് ഫുള്ള് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി, ഈ ബ്ലോഗ് ഞാൻ ഉണ്ടാക്കാനുള്ള കാരണമാണ് എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ ഓൺലൈനിൽ പലതും തന്നെ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടാകും, പലരും നോക്കുന്നുണ്ടാവും ഇപ്പോഴും. ഓൺലൈനിൽ പലയിടത്തും കേട്ടിട്ടുണ്ട്, മേക്ക് മണി ഓൺലൈൻ ഫ്രീ, മേക്ക് മണി ഓവർനൈറ്റ്, അങ്ങനെ പൈസ ഉണ്ടാക്കാൻ 100,000 വഴികൾ, അങ്ങനെ അതിനെ ഉദ്ദേശിച്ചുണ്ടാക്കുന്ന കുറേ പ്രോഡക്റ്റുകൾ, കുറേ സബ്സ്ക്രിപ്ഷനുകൾ, അതിനൊക്കെ ആളുകൾ ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നുണ്ട്. നമ്മൾ പലതും വാങ്ങിച്ചിട്ടുമുണ്ട്, പലതും ട്രൈ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വർക്ക് ചെയ്ത ചില പ്രോഡക്റ്റുകളുണ്ട്, എന്നാലും അതൊന്നും എല്ലാം 100% ഫ്രീ അല്ലായിരുന്നു. ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ 100% ഫ്രീ. ഞാൻ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ, ബാങ്ക് ഇൻഫർമേഷൻ കൊടുക്കാതെ തുടങ്ങിയൊരു അക്കൗണ്ട്. അപ്പോൾ ഈ ബ്ലോഗ് തുടങ്ങുന്നിടത്ത് തന്നെ ഞാൻ പ്രത്യേകം റെഡ് ലെറ്റേഴ്സിൽ അണ്ടർലൈൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പൈസ പോലും നിങ്ങളങ്ങ് കൊടുക്കണ്ട. ഒരു ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷനോ ഒരു ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനോ നിങ്ങൾ ഈ സൈറ്റ് വഴി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ ആദ്യത്തെ പേ ചെക്കാണ്. എനിക്ക് ഈ ക്രാഷ് ക്രൈ എന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. ഇത് ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ചിന്തിച്ചിരുന്നു, ഇത് സ്കാമാണോ, ക്യാഷ് കിട്ടുമോ, നമ്മൾ വെറുതെ ചെയ്ത് നമ്മുടെ നേരം കളയുമോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് അതിലൊന്നും ചെയ്തില്ല. ആദ്യത്തെ മാസം ജസ്റ്റ് അവർ പറഞ്ഞ ഒരു പേ ഔട്ട് $20 എത്തിയാലേ പേ ചെക്ക് കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ $20 എത്തിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തു. പക്ഷേ പേ ചെക്ക് എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊരു ജെന്യൂൻ സൈറ്റാണ്, പേ ചെക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ കാര്യമായിട്ട് തന്നെ അതിൽ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും വെച്ച് എല്ലാ ദിവസവും അതിൽ കയറി സർവേയും ഓഫറുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ $65 അടുത്തായിട്ട് നിൽക്കുന്നു. ജനുവരിയിലാണ് എൻ്റെ അടുത്ത പേ ചെക്ക് വരുന്ന സമയം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഈ പുതിയ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നതിന് മാത്രം അവർ നിങ്ങൾക്ക് വെറുതെ $1 തരും. നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിൽ ഒരു ഇമെയിൽ വരും, അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രം $1 അവർ വെറുതെ തരും. പിന്നെ പലർക്കും സംശയം ഉണ്ടാകും, പുതിയ യൂസേഴ്സ് ആകുമ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഓപ്ഷനുകളെന്നൊക്കെ. അതിനാണ് ഞാൻ ഈ വീഡിയോ ഈ ബ്ലോഗിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് വെറും 5 മിനിറ്റ് ഇല്ല, 4.5 മിനിറ്റത്തെ ഒരു വീഡിയോ. ഇത് വാച്ച് ചെയ്താൽ ഒരു ഓവർവ്യൂ കിട്ടും നമുക്ക്, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെ ഓപ്ഷൻസാണ് ഉള്ളതെന്നൊക്കെ. വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ കാണിച്ചിരിക്കുന്നത് ക്യാഷ് ക്രൈയുടെ ഹോം പേജാണ്. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയായാലും ക്യാഷ് ക്രൈയുടെ സൈറ്റിൽ വന്ന് കയറുമ്പോൾ ആദ്യം കാണുന്ന ഹോം പേജാണിത്. നിങ്ങൾ പുതിയ യൂസറാണെങ്കിൽ ഇവിടെ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക.
ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് വെരിഫിക്കേഷൻ $1 കിട്ടുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് യൂസർ ആണെങ്കിൽ ലോഗിൻ ചെയ്യുക. ഞാൻ ഈ ബ്ലോഗിൽ ഉടനീളം ചെയ്തേക്കുന്ന ഒരു കാര്യം, ഈ ഫോട്ടോസുമൊക്കെ ഞാൻ എൻ്റെ റെഫറൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഏത് ഫോട്ടോമേ ഏതെങ്കിലും ഒരു പിക്ചറുമേ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങളെ ക്യാഷ് ക്രേയുടെ ഹോം പേജിലോട്ട് അത് എത്തിക്കും. അങ്ങനെയാണ് ഞാനത് ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ വായിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഫുൾ ബ്ലോഗ് വായിക്കുക, വീഡിയോകൾ കാണുക, എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഈ ഫോട്ടോയുടെ താഴെയും പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ വഴിക്കാണ് നിങ്ങൾക്ക് ക്യാഷ് ക്രേയിൽ പൈസ ഉണ്ടാക്കാൻ ഓപ്ഷനുകളുള്ളതെന്ന്. അതായത് ഓഫർ കംപ്ലീറ്റ് ചെയ്യാം, സർവേകൾ എടുക്കാം, ഒരാളെ റെഫർ ചെയ്യാം, എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം, വീഡിയോകൾ കണ്ട് നമുക്ക് വീഡിയോ കാണുന്നതിന് മാത്രം നമുക്ക് പൈസ കിട്ടും, ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാം. ഓൺലൈൻ ഷോപ്പിങ്ങിൽ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഓൺലൈനിൽ പൈസ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനൊരു കുറച്ച് ക്യാഷ് ബാക്ക് കിട്ടുമെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ലല്ലോ. വെബ്സൈറ്റ് സെർച്ച് ചെയ്യണതിന് അവർ നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് എടുത്തിട്ട് ഫോട്ടോ ആണ്. ഇതെൻ്റെ അക്കൗണ്ടിൻ്റെ കാണിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന്, എത്രയാണ് ഇപ്പോൾ എൻ്റെ ബാലൻസ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത പേച്ചക്ക് വരുന്നത് ജനുവരിയിലാണ്. ഞാൻ കൂടുതൽ പൈസ ഉണ്ടാക്കിയിരിക്കുന്ന ഓഫറിലാണ്, $44. പിന്നെ ഇത് ടോട്ടൽ 50. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ ക്യാഷ് ക്രേയുടെ സൈറ്റിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയാം. അപ്പോൾ ഇത് താഴ്ത്തിട്ടൊന്നു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈനിൽ കുറേ കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്കതും തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു എക്സ്റ്റെൻറ്റ് വരെ. പക്ഷേ പറയുന്ന ഒരു സംഭവങ്ങളും ഫുൾ ഫ്രീ അല്ല. ഇതിന് ചിലതിലൊക്കെ നമ്മൾ കുറച്ച് പൈസ കൊടുക്കേണ്ടതുണ്ട്, ചിലതിൽ കൂടുതലാണ് ചിലതിൽ കുറവാണെന്നുള്ള വ്യത്യാസമല്ലാതെ ഒന്നും ഫ്രീ അല്ല. ക്ലിക്ക് ബാങ്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, അഫിലിയേഷൻ മാർക്കറ്ററായിട്ട്, ബൈനറി ഓപ്ഷൻസ്, ഓൺലൈൻ ട്രേഡിങ്ങും സ്റ്റോക്ക് മാർക്കറ്റും, ഗൂഗിൾ ആഡ്സൻസ്, ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ പൈസ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫ്രീ അല്ലായിരുന്നു. ഈ ഒരു സൈറ്റ് കംപ്ലീറ്റ് ഫ്രീ ആണ്, 100% ഫ്രീ ആണ്, 100% ജെന്യുവൻ ആണ്, സ്കാം അല്ല, വൈറസ് അല്ല, ഒന്നുമില്ല. ഇനി ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമായെങ്കിൽ നിങ്ങൾക്ക് ഇതേൽ ക്ലിക്ക് ചെയ്തായാലും രജിസ്റ്റർ ചെയ്യാം. ഇത് നിങ്ങളെ ഹോം പേജിൽ കൊണ്ടെത്തിക്കും. ഇവിടെ വന്ന് പുതിയ യൂസറായിട്ട് ഇവിടെ സൈനപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാം. ഇനി ഞാൻ നിങ്ങളെ എൻ്റെ ക്യാഷ് ക്രേ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസർ ആയതുകൊണ്ട് ലോഗിൻ. എൻ്റെ യൂസർ ഐ ഡി ഓൾറെഡി ഇതിൽ കിടപ്പുണ്ട്. എൻ്റെ ക്യാപ്സ് ലോക്ക് ഓൺ ആയിരുന്നതാണ്. ഇപ്പോൾ ഇതാണ് ക്യാഷ് ക്രേയുടെ ഹോം പേജ്. നിങ്ങൾ ലോഗിൻ ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണുന്നത്. വൺസ് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ മെമ്പറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം വരുന്ന പേജ് ഇതാണ്. ഇതിൽ എൻ്റെ പേര് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ $65.20 നിൽക്കുന്നത്. 3 ദിവസം മുമ്പത്തെയാണ് ആ $50.50. അപ്പോൾ അത്രയും 2-3 ദിവസം കൊണ്ട് കൂടിയിട്ടുണ്ട്. എനിക്കറിയാം $10, $20 എന്ന് പറയുന്ന ഇത്ര ഭയങ്കര പൈസയൊന്നും എല്ലാവർക്കും ഇപ്പം. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, ഇത് ടോട്ടലി ഫ്രീ ആയിട്ട് തുടങ്ങുന്ന ഒരു അക്കൗണ്ടാണ്. നമ്മൾ ഒരു പൈസ പോലും ഇതിലോട്ട് ഇടുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ഓൺലൈനിൽ വരുന്നു, ടൈം സ്പെൻഡ് ചെയ്യണം, ഫേസ്ബുക്കിൽ പോകുന്നു, യൂട്യൂബിൽ പോകുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും കുറച്ച് സമയം ഇതേലും ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാം. കാര്യമായിട്ട് ഒന്ന് രാത്രി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ കോടീശ്വരനാകുമെന്നൊന്നുമല്ല പറയുന്നത്, കുറച്ച് പൈസ ഉണ്ടാക്കാം. ആദ്യം ലോഗിൻ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാഷ് ക്രേ കിടക്കുന്നത് ഓഫറിലാണ്. ഈ മേളിൽ കാണുന്ന ടാബുകളാണ് നമുക്കുള്ള ഓപ്ഷനുകൾ പൈസ ഉണ്ടാക്കാനായിട്ട്. ഓഫറുകൾ ചെയ്യാം, സർവേ ചെയ്യാം, സർവേ, ടോപ്പ് സർവേ. നമുക്ക് ഈ സർവേകൾ കൂടാതെ ഈ സർവേകളും ഉണ്ട്. ഒത്തിരി കൂടുതൽ സർവേകൾ. ടോപ്പ് സർവേയിൽ
എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ നമ്മളെ കാണിച്ചു തരും, എത്ര നേരം എടുക്കും ഒരു സർവേ ഫിനിഷ് ചെയ്യാൻ, എത്ര രൂപ കിട്ടും എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ സർവേക്ക് 10 മിനിറ്റ്സ് എടുക്കും, പേ ഔട്ട് $5.51. ഇന്ന് മൊത്തം ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള സർവേകൾ എന്ന് പറഞ്ഞാൽ 13 എണ്ണം ഉണ്ട്. അതിൻ്റെ മൊത്തം ടോട്ടൽ പേ ഔട്ട് കൂട്ടിയാലും $30.33. അപ്പോൾ ഈ $30.33 എനിക്ക് വേണമെങ്കിൽ ഇന്നിപ്പോൾ കുത്തിയിരുന്നാലും അത് ഉണ്ടാക്കാം, വേണമെന്ന് വിചാരിച്ചാൽ. സമയമുള്ളവർക്ക് ചെയ്യാം. ഞാൻ അധികമൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. വീക്കിൽ ഒരു 3-4 ദിവസം ഓരോ മണിക്കൂർ വെച്ച് അങ്ങനെ വല്ല സർവേ പറ്റുന്ന എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാറുണ്ടെന്നുള്ളതല്ലാതെ കണ്ടിന്യൂസ് ഇതിൻ്റെ പുറത്ത് ഇരിക്കുകയൊന്നുമല്ല. ഓഫേഴ്സിലാണ് ഏറ്റവും കൂടുതൽ പൈസ കിടക്കുന്നത്. നമുക്ക് ഒറ്റയടിക്ക് ചെയ്താൽ 3-4 മിനിറ്റത്തെ പരിപാടിയേ ഉണ്ടാവുള്ളൂ, പൈസയും കൂടുതൽ ഓഫറുകൾക്കായിരിക്കും. അപ്പോൾ എപ്പോഴും ഓഫർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഷോ എന്നുള്ള ഈ ടാബ് അത് ഡ്രോപ്പ് ഡൗൺ ആരോ എടുത്തിട്ട് അതിൽ 100% ഫ്രീ എന്നാക്കിയിടുക. കാരണം ഈ ഓൾ ഓഫേഴ്സിൽ കിടക്കുമ്പോൾ ഈ സൈഡിൽ ഈ റെഡ് കളറിലെ ഡോളർ സൈൻ ഉള്ളത് ഓഫറുകളെല്ലാം ക്രെഡിറ്റ് കാർഡ് റിക്വയർ ചെയ്യുന്നതാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ കൊടുത്താലേ ആ ഓഫർ കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ ഓഫർ കംപ്ലീറ്റ് ആയാലേ നമുക്ക് $8 കിട്ടുള്ളൂ. അപ്പോൾ പറ്റുന്നവർ ചെയ്തോളൂ, ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ പറയുക 100% ഫ്രീ എടുത്തിട്ട് ഫ്രീ ഉള്ളത് ചെയ്യുക. അതിലൊന്നും ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനോ ബാങ്ക് ഇൻഫർമേഷനോ ഒന്നും കൊടുക്കണ്ട. ഓഫറുകൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡിസ്ക്രിപ്ഷൻ ക്ലിയറായിട്ട് വായിച്ച് നോക്കണം. 2-3 റൗണ്ട് അവരെന്താ പറഞ്ഞിരിക്കുന്നത്, എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് ശരിക്കും വായിച്ച് നോക്കണം. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ ചെയ്യരുത്. ഓഫർ സബ്മിറ്റ് ചെയ്യാൻ പോകണ്ട, അത് ചെയ്യാനേ പോകണ്ട. താല്പര്യമുള്ള എന്തെങ്കിലും കാര്യമാണ്, സിമ്പിളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക. അപ്പോൾ ഓഫർ സബ്മിറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ആമസോൺ ഗിഫ്റ്റ് കാർഡിൻ്റെ ഓഫർ എനിക്ക് വായിച്ച് നോക്കിയപ്പോൾ താല്പര്യം തോന്നി. അപ്പോൾ ഞാനത് ചെയ്യാൻ പോവാം. ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സബ്മിറ്റുന്ന അല്ലാത്ത ഉള്ള ഏതെങ്കിലും ഏരിയയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫറുള്ള പേജ് വരും. എന്നിട്ട് ഇത് എസ് നോ എന്താണെന്ന് വെച്ചാൽ ഓഫറിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാര്യം ചെയ്യുക. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവസാനം വരുമല്ലോ, താങ്ക് യു ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ യു ആർ കംപ്ലീറ്റഡ് എന്ന് എന്തെങ്കിലും എഴുതി വരും. ഫുൾ ഓഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ എഴുതി കാണിക്കും, ഒരു ഗ്രീൻ ലൈനയിൽ എഴുതി കാണിക്കും, യുവർ ഓഫർ ഈസ് ബീൻ പെൻഡിങ്, വെയിറ്റിംഗ് ഫോർ ദ കമ്പനി ടു റെസ്പോണ്ട് എന്നോ അങ്ങനെ എന്തോ എഴുതി കാണിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, കമ്പനി ഇവർക്ക് പേ ചെയ്യണം ആദ്യം. ഓഫർ കംപ്ലീറ്റ് ആയി, അതുകൊണ്ട് ഇവരുടെ ഷെയർ ഇവർക്ക് കിട്ടിയാലേ അതിൽ നിന്ന് നമ്മുടെ ഷെയർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വ്യക്തമായിട്ട് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കി അവർ പറഞ്ഞ അതേ ഡയറക്ഷനിൽ തന്നെ ചെയ്താലേ നമുക്ക് ആ 80 സെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഓഫേഴ്സ്. ഇതിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കുറേ ഫ്രീ, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് ചെയ്യേണ്ട ഓഫറുകൾ ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ നല്ല സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ ഗെയിം ഫ്ലൈ എന്നൊക്കെ പറയുന്നത് ഗെയിമുകൾ വാങ്ങിക്കുന്നതാണ്. ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ഗെയിം വാങ്ങിക്കുന്നുണ്ട്, ഓൺലൈനിൽ നിന്നോ അതോ സ്റ്റോറിലോ പോയോ എവിടെ നിന്നെങ്കിലും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷെയർ കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് ഗെയിമും കിട്ടും, പൈസ എത്രയും കുറവായിരിക്കും. അപ്പോൾ എന്തായാലും സ്പെൻഡ് ചെയ്യുന്ന ഒരു പൈസയ്ക്ക് ഒരു ക്യാഷ് റിട്ടേൺ കിട്ടുന്നതായിട്ട് ചിന്തിച്ചാൽ മതി. അതങ്ങനെ, അതാണ് ഓഫേഴ്സ്. ഇനി സർവേയിൽ ചെന്നാൽ സർവേസ് കുറേ എണ്ണം ഉണ്ടാവും ചെയ്യാൻ വേണ്ടി. നമുക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ഇന്നിപ്പോൾ 9 സർവേ എനിക്ക് കിടക്കുന്നുണ്ട്. അത് മറ്റേ ബോണസ് സർവേ, ടോപ്പ് സർവേ കൂട്ടാണ്ടാണ് ഈ 9 സർവേ. ഈ സർവേയിൽ ഏതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് സർവേ കംപ്ലീറ്റ് ചെയ്യുക. എസ് നോ സർവേയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻഫർമേഷനുകളൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇൻഫർമേഷൻ തെറ്റിച്ചൊക്കെ കൊടുക്കാം, വേറെ ആരുടെയെങ്കിലും മെയിലിംഗ് അഡ്രസ്സോ. നിങ്ങൾ സർവേകളും ഓഫറുകളും ചെയ്യുമ്പോൾ എന്ത് അഡ്രസ്സ് കൊടുത്താലും പ്രശ്നമില്ല. ഈ ക്യാഷ് ക്രൈ എന്ന് പറഞ്ഞ സൈറ്റുകാർക്ക് മാത്രം കറക്റ്റ് ഹോം അഡ്രസ്സ് കൊടുക്കുക, കാരണം അവർ പേച്ചൊക്കെ അയക്കുന്നത് നിങ്ങൾക്ക് കിട്ടണം. മറ്റേ സർവേ ഒക്കെ ചെയ്യുമ്പോൾ ഹോം അഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് തെറ്റിച്ച് കൊടുത്തേക്കുക. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യം. അവിടുന്ന് പേച്ചൊക്കെ കിട്ടാനില്ല നമുക്ക്. അവിടെ ഒന്നും ഒറിജിനൽ പേര് പോലും കൊടുക്കണമെന്നില്ല. സർവേകൾ ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും പേരോ കൂട്ടുകാരുടെ പേരോ വെറുതെ എന്തെങ്കിലും സിനിമ നടന്മാരുടെ പേരോ എന്തെങ്കിലുമൊക്കെ അങ്ങ് കൊടുത്ത് വിട്ടേക്കുക. അപ്പോൾ
സർവേ 9 കിടപ്പുണ്ട്. ടോപ്പ് സർവേ നേരത്തെ പറഞ്ഞ മാതിരി $30 സർവേ കിടപ്പുണ്ട്, അത് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ പൈസ ആദ്യത്തെ 3 ടാബിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്യാം. ഒരു ഫ്രണ്ടിൽ എത്ര ഫ്രണ്ട്സിനെ വേണമെങ്കിലും റെഫർ ചെയ്യാം. റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലിങ്ക്, ഇവിടെ കിടക്കുന്ന ലിങ്ക് കോപ്പി ചെയ്തിട്ട് അവർക്ക് ഫേസ്ബുക്ക് വഴി അയച്ചു കൊടുക്കൂ, ഇമെയിൽ വഴി അയച്ചു കൊടുക്കൂ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ക്യാഷ് ക്രയിൽ വന്ന് മെമ്പർ ആയതുകൊണ്ട് പൈസ കിട്ടില്ല. അവർ മെമ്പറായി ഇതേപോലെ ഓഫറുകളും സർവേ ഒക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പോൾ അവരുണ്ടാക്കുന്നതിൻ്റെ 20% നിങ്ങൾക്ക് കിട്ടും. അത് അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടല്ല, അവർ ചെയ്യുന്നതിൻ്റെ ഫുൾ ക്യാഷ് അവർക്ക് കിട്ടും. പക്ഷേ കമ്പനി നിങ്ങൾക്ക് 25% തരും. കാര്യം നിങ്ങൾ റെഫർ ചെയ്തിട്ട് അയാൾ അവിടെ വന്നു. ഇനിയിപ്പോൾ ആ 20% ആദ്യത്തെ നിങ്ങളുടെ റെഫർ ചെയ്ത് ജോയിൻ ചെയ്ത ആൾ വേറെ ആൾ റെഫർ ചെയ്താൽ അയാളുണ്ടാക്കുന്നതിൻ്റെ 10% നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ആളുടെ 10%ഉം ആദ്യത്തെ ആളുടെ 20%ഉം ടോട്ടൽ 30% നിങ്ങൾക്ക് കിട്ടും റെഫർ ചെയ്താൽ. അപ്പോൾ വീഡിയോ ബോണസ് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യൂഷ്വലി ചിലപ്പോഴൊക്കെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കുള്ളൂ. ഉള്ളപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്താൽ പല വിലയുടെ ഉണ്ടാവും. ജസ്റ്റ് വീഡിയോ വാച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മൾ ലൈക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് വീഡിയോ വാച്ച് ചെയ്യണതിന് മാത്രം അവർ നമുക്ക് പേ ചെയ്യും. അപ്പോൾ ഇതിൽ പക്ഷേ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അത് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. എപ്പോഴെങ്കിലും ഇതിൽ വന്ന് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും വീഡിയോ അവൈലബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട അടുത്ത ബോണസ് സർവേയിലേക്കോ അല്ലെങ്കിൽ ഓഫേഴ്സിലോട്ടോ ചെന്ന് അവിടുത്തെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. ടോപ്പ് സർവീസ് ഉണ്ട്, ബോണസ് സർവീസ് ഉണ്ട്, ഏത് വേണമെങ്കിലും ചെയ്യാം. ഇതിലാകുമ്പോൾ പൈസ കുറച്ച് കുറവാണ്, പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരി ഈസി ആയിരിക്കും. ജസ്റ്റ് ചിലപ്പോൾ ഒരു വീഡിയോ വാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യം ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതിനൊക്കെ പൈസ. പിന്നെ ഈ ക്യാഷ് ടാസ്ക് എന്ന് പറയുന്ന സംഭവം ഞാനിതുവരെ ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയത്തുമില്ല. അതുകൊണ്ട് അത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഷോപ്പിംഗ് പ്രത്യേകിച്ച് അറിയണമെന്നില്ല. ഇതിപ്പോൾ ഫുഡ് ലോക്കർ എന്ന് പറയുന്നത് ഒരു ഷൂസ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു ഷൂസ് വാങ്ങിക്കുമ്പോൾ ഫൈനൽ പ്രൈസിൻ്റെ 3 to 7% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അതായത് 3 to 7% നമ്മുടെ ഈ അക്കൗണ്ടിൽ വന്ന് ക്രെഡിറ്റ് ആവും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തായാലും ഓൺലൈനിൽ എല്ലാം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് വഴി വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇച്ചിരി ക്യാഷ് ബാക്ക് കിട്ടും. ഇപ്പോൾ വാൾമാർട്ടിലൊക്കെ ഓൺലൈനിൽ പോയി ആളുകൾ വാങ്ങിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് വഴി പോയാൽ ക്യാഷ് ക്രെയുടെ 1 to 4% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും ഈ അക്കൗണ്ടിലോട്ട്. പേ ഔട്ട് $20. $20 ഉണ്ടെങ്കിലേ ഒരു പേ ചെക്ക് നെക്സ്റ്റ് മന്ത് കിട്ടുള്ളൂ നമുക്ക്. ഇപ്പോൾ ഈ മന്ത് ഞാൻ $10 ഉണ്ടാക്കിയുള്ളൂ അല്ലെങ്കിൽ $5 ഉണ്ടാക്കിയുള്ളെങ്കിൽ അത് നെക്സ്റ്റ് മന്തിലോട്ട് ആഡപ്പായിട്ട് നെക്സ്റ്റ് മന്തിൽ നമ്മൾ ട്രൈ ചെയ്യണം $20 ആക്കാൻ. അപ്പോൾ നെക്സ്റ്റ് മന്തിലാണ് $20 ആവണമെങ്കിൽ മന്ത് ആഫ്റ്റർ അതിൽ നമുക്ക് 15th അവർ പേ ചെക്ക് അയക്കും. ഈ മന്ത് എനിക്ക് ഓൾറെഡി $20 എൻ്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അടുത്ത മന്ത് 15th ആകുമ്പോൾ അവരെനിക്ക് പേ ചെക്ക് അയക്കും. എനിക്കൊരു 22nd 21st കൂടെ കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ $65 ആയിട്ട് നിൽക്കുക. അപ്പോൾ അത് ജനുവരിയിൽ പേ ചെക്ക് എനിക്ക് വരും. പിന്നെ നിങ്ങൾ സൈഡിലൂടെ പോയിൻ്റ് എന്ന് കാണുന്നുണ്ട്. 47 പോയിൻറ്റുകളാണത്. പോയിൻ്റ് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഏൺ പ്രൈസസ് എന്ന് പറഞ്ഞ ടാബിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കയ്യിൽ 250 പോയിൻ്റ് ഉണ്ടെങ്കിൽ $10 ആമസോൺ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് റെഡീം ചെയ്യാം ഈ കമ്പനിയുടെ നിന്ന്. 300 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ $15 ഐട്യൂൺ ഗിഫ്റ്റ് കാർഡ്. അങ്ങനെ പോയിൻ്റ് കൂടുന്നതനുസരിച്ച് വാല്യൂ കൂടിയ ഗിഫ്റ്റ് കാർഡുകൾ നമുക്ക് ഇവരുടെ നിന്ന് റെഡീം ചെയ്യാം. ഇനിയിപ്പോൾ നമ്പർ 1 സ്റ്റെപ്പിൽ അവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ പോയിൻറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ 47 പോയിൻറ്റും ഞാൻ ഓഫറുകളും സർവേ ഒക്കെ ചെയ്യുമ്പോൾ അതിനോട് ചുമ്മാ ബോണസ് മാതിരി 1 or 2 ഒക്കെ വെച്ച് കിട്ടി ആഡപ്പ് അയക്കണമെങ്കിൽ 47. ഞാനല്ലാതെ പോയിൻറ്റിനായിട്ട് ശ്രമിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടുന്നതിലും താല്പര്യം പോയിൻറ്റുകൾ കൊടുത്ത് ഇങ്ങനെ ഗിഫ്റ്റ് കാർഡുകൾ റെഡീം ചെയ്യണ താല്പര്യമുള്ളവർക്ക് ഇത് ചെയ്യാൻ വന്നു. ഇതിൽ 2 വഴികളുണ്ട് പോയിൻ്റ്
കിട്ടാനായിട്ട്. അതിൽ ഒന്നാമത്തെ ഓഫേഴ്സ് പോലെ തന്നെ നമുക്ക് ഓഫർ ചെയ്യാം, സർവേ ചെയ്യാം. അതാണ് ഈ സൈഡിൽ കാണിച്ചാണ് ഈസി വേ ടു. അത് ഒരു വഴി. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിലൊക്കെ കയറി ഒത്തിരി ആളുകൾ ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ രണ്ടാമത്തെ വഴി ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടും. അത് ജസ്റ്റ് നമ്മൾ പ്ലേ ഗെയിം കൊടുത്തിട്ട് ഒരു യൂസർ നെയിം കൊടുക്കുക, എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഗെയിം കളിക്കുക. ഏത് ഗെയിം വേണമെങ്കിലും നമുക്ക് കളിക്കാം. കളിച്ച് കഴിയുമ്പോൾ ആ ഗെയിം നമ്മൾ വിൻ ചെയ്താൽ നമുക്കതിന് പോയിൻ്റ് കിട്ടും. പല ഗെയിമുകൾക്കും പല പോയിൻ്റ്. അപ്പോൾ ഗെയിം കളിച്ച് വിൻ ചെയ്യണം. കളിക്കുന്നതിന് മാത്രം പോയിൻ്റ് കിട്ടില്ല. ഗെയിം കളിച്ച് വിൻ ചെയ്താൽ അതിന് പോയിൻ്റ് കിട്ടും. ആ പോയിൻറ്റും നമ്മുടെ ഈ പോയിൻറ്റിൻ്റെ കൂടെ ആഡപ്പ് ആവും. അങ്ങനെ ആഡപ്പായി നമുക്ക് ഇപ്പോൾ 250 പോയിൻ്റ് ഉണ്ടെങ്കിൽ ആമസോണിൻ്റെ ഗിഫ്റ്റ് കാർഡ് റെഡീം ചെയ്യാം. 400 പോയിൻ്റ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് വേയുടെ ഗിഫ്റ്റ് കാർഡ് റെഡീം ചെയ്യാം. അതാണ് പോയിൻറ്റ്സ്. ഞാൻ മെയിൻലി ക്യാഷിൻ്റെ ഇത് മാത്രമേ നോക്കാറുള്ളൂ. പോയിൻ്റ് റെഡീം ചെയ്യാൻ അങ്ങനെ ആലോചിക്കുന്നുമില്ല. പോയിൻ്റ് കൂട്ടി വയ്ക്കാൻ നോക്കുന്നുമില്ല. ഞാൻ ജസ്റ്റ് എല്ലാ മന്തും ആ $20 എത്തിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ കൂടുതലും അങ്ങനത്തെ നിങ്ങൾ ക്യാഷാണ് മുൻഗണന കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ ഓഫറുകളും സർവേകളും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് രസത്തിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ പോയിൻറ്റ്സ് കൂട്ടി വയ്ക്കാനാണ് താല്പര്യമെങ്കിൽ വന്ന് ഇതിൽ ഗെയിം കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് പോയിൻ്റ് കൂട്ടിയിട്ട് ഗിഫ്റ്റ് കാർഡ് റെഡീം ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ക്യാഷ് ക്രൈയിലുള്ളത്. പിന്നെ എനിക്ക് നിങ്ങളോട് ഇതിനെപ്പറ്റി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്കൊരു 13 സെൻറ്റ് വെറുതെ കിട്ടും. താല്പര്യമുള്ളവർക്ക് അത് കളയണ്ടെന്ന് വയ്ക്കാം. അതിന് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ലോഗിൻ ചെയ്യുക ക്യാഷ് ക്രൈഡ് അക്കൗണ്ടിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച്. അപ്പോൾ എല്ലാ 24 മണിക്കൂറിലും ഈ ചെക്ക് എന്ന് പറഞ്ഞ ഈ ബട്ടൺ ഇന്ന് രാവിലത്തെ ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് അത് ഡീആക്ടിവേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. പച്ച നിറത്തിൽ തെളിഞ്ഞ് നിൽക്കും. ഇതേ പച്ച കളറിൽ തെളിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് പറ്റിയൊരു നല്ല ഓഫർ അവർ നമുക്ക് കാണിച്ചു തരും. ആ ഓഫർ നോക്കുന്നതിന് മാത്രം അവർ നമുക്ക് 3 സെൻറ്റ് തരും. ആ ഓഫർ ചെയ്താൽ ആ ഓഫറിന് എത്ര രൂപയാണോ ആ പൈസയും കിട്ടും. നമ്മൾ ഓഫർ ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ഓഫർ എന്താണെന്ന് നോക്കിയതിന് മാത്രം 3 സെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. പിന്നെ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും പൈസയ്ക്ക് വേണ്ടി ഓഫറുകൾ ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് $1 നമ്മൾ ഇന്ന് ഓഫർ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ നമ്മളെ കൊണ്ട് നമുക്കൊരു 10 സെർച്ച് ഫ്രീ കിട്ടും. ഇവിടെ വന്നിട്ട് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുക, എന്തെങ്കിലും ഗോഡെന്നോ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് $1 അറ്റ്ലീസ്റ്റ് $1 ഓഫറെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സെർച്ചിനും നമുക്ക് ഓരോ സെൻറ്റ് വെച്ച് കിട്ടും, ഓരോ പൈസ വെച്ച് കിട്ടും. അങ്ങനെ 10 പ്രാവശ്യത്തെ സെർച്ചിന് 10 പൈസ വരെ മാക്സിമം നമുക്ക് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന കാര്യം അതാണ്. യു മസ്റ്റ് കംപ്ലീറ്റ് അറ്റ്ലീസ്റ്റ് $1 ഇൻ ക്യാഷ് ഓഫർ ടു അൺലോക്ക്. ആദ്യം നമ്മൾ അറ്റ്ലീസ്റ്റ് $1 ഒരു ഓഫർ ചെയ്യണം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ. അറ്റ്ലീസ്റ്റ് $1 ഒരു ഓഫർ ചെയ്തിട്ട് അത് ക്രെഡിറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വന്ന് അങ്ങ് സെർച്ച് ചെയ്യുക 10 പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ 10 സെൻറ്റ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ 10 സെൻറ്റും മറ്റേ ചെക്ക് ഇൻ ചെയ്തതിൻ്റെ 3 സെൻറ്റും 13 സെൻറ്റ് എല്ലാ ദിവസവും വേണമെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാതെ വെറുതെ ഉണ്ടാക്കാം. വെറുതെ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഡീറ്റെയിൽസ്. ഞാൻ എൻ്റെ ഏർണിംഗ് പേജ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഓഫറുകൾ ചിലത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കും. അതെല്ലാം ഈ ഏർണിങ്സിൻ്റെ നമ്മുടെ പേരിൻ്റെ അടിയിലുള്ള ഈ ഏർണിങ്സിലെ ടാബിലാണ് വന്ന് വീഴുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത ചില ഓഫറുകളൊക്കെ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ചിലപ്പം മിക്കവാറും തന്നെ ഈ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഓഫറുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞ ഡയറക്ഷൻ ഫോളോ ചെയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് സർവേ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടോ ആയിരിക്കും അത് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്, നമുക്ക് പൈസ കിട്ടാത്തത്. കൺഫേംഡ് എന്ന് പറയുന്നതെല്ലാം പൈസ ഓൾറെഡി ക്രെഡിറ്റഡ് അയക്കണതാണ്. അപ്പോൾ എൻ്റെ കുറച്ചെണ്ണമൊക്കെ കൺഫേംഡ് ആണ്, ചിലതൊക്കെ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൻഡിങ് എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 വീക്സ് ഇവർ നോക്കും പെൻഡിങ് ആയിട്ട് കിടക്കുകയാണെന്ന്. 2 വീക്സ് ആയിട്ടും പെൻഡിങ് ആയിട്ടുള്ള മണി ക്രെഡിറ്റഡ് ആയിട്ടില്ലെങ്കിൽ, കൺഫേം ആയിട്ടില്ലെങ്കിൽ ഈ ഓഫറുകളെല്ലാം വീണ്ടും നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് പേജിലെ ഓഫേഴ്സിൻ്റെ ലിസ്റ്റിലോട്ട് ചെന്ന് ആഡപ്പ് ആവും. നമുക്ക് ഈ ഓഫറുകൾ വീണ്ടും ചെയ്യാം. അപ്പോൾ ബെറ്ററായിട്ട് ഡയറക്ഷൻ ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് ആ ഓഫറുകൾ തന്നെ വീണ്ടും ചെയ്യാം പൈസയ്ക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഏണിങ്സ് പേജ് കാണുന്നത്. അപ്പോൾ ഈ മാസം $65.20 ആയി. ഇന്നിപ്പോൾ ഡിസംബർ 7-ാം തീയതി. ഓഫർ ഞാൻ പറഞ്ഞല്ലോ, ഓഫറിലാണ് കൂടുതൽ പൈസ ഉള്ളത് എപ്പോഴും. അപ്പോൾ ഓഫറിൽ നിന്നാണ് ഞാൻ $47.30 ഉണ്ടാക്കിയേക്കുന്നത്. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത്. ഷോപ്പിംഗ് ഞാൻ ഓൺലൈനിൽ വേറൊരു സൈറ്റിൽ നിന്നാണ് ചെയ്യാറ്. ഇതിൽ നിന്ന് അങ്ങനെ ചെയ്തിട്ടില്ല. ആ സൈറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്യാനുള്ളൊരു ലിങ്ക് ഈ സൈറ്റിൽ നിന്ന് ഇല്ലതാനും. അതുകൊണ്ട് പിന്നെ ഷോപ്പിങ്ങിൽ ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സർവേ ചെയ്തായിരുന്നു കുറച്ചെണ്ണം. അപ്പോൾ അതിൽ നിന്ന് $2.60 കിട്ടിയിട്ടുണ്ട്. ആളുകളെ റെഫർ ചെയ്യുന്നതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഒരു $8.35. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെഫർ ചെയ്ത് അവർ സൈനപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. അവർ സൈനപ്പ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്കൊരു ബെനിഫിറ്റ് ഇല്ല. അവർ സൈനപ്പ് ചെയ്ത് അവർ ഓഫേഴ്സും സർവേകളും ഒക്കെ ചെയ്ത് അവർ ഏണിങ്സ് ഉണ്ടാക്കിയാലേ അതിൻ്റെ ഒരു % നമുക്ക് കിട്ടുള്ളൂ. അവർ ജസ്റ്റ് സൈനപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. അപ്പോൾ എനിക്ക് 25 റെഫറൽസ് ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ആരെങ്കിലുമൊക്കെ ക്യാഷ് ഉണ്ടാക്കിയാലേ എനിക്ക് ഗുണമുള്ളൂ. അപ്പോൾ അതാണ് റെഫറൽസിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബോണസ് സർവേയും ബോണസ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. $6.95. അങ്ങനെ ടോട്ടൽ ഇന്ന് ഡിസംബർ 7-ാം തീയതി $65.20 ആയിട്ടുണ്ട്. .47 ഞാൻ പറഞ്ഞ നേരത്തെ പോയിൻറ്റ്സിൻ്റെ കാര്യം, അതാണ് ഈ 47 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആരും ഇത് സ്കാമാണെന്നോ വൈറസാണെന്നോ ചിന്തിക്കേണ്ട. ഇത് 100% ജെന്യുവനാണ്. വിശ്വസിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ലോഗിൻ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളുടെ വ്യത്യാസത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന സർവേയും ഓഫറുകളുടെയൊക്കെ എണ്ണം വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എനിക്ക് കിട്ടുന്ന അത്ര എണ്ണം ഓഫർ ചിലപ്പോൾ മിഡിൽ ഈസ്റ്റിലോ ഇന്ത്യയിലോ കിട്ടില്ലായിരിക്കും. പക്ഷേ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഓഫറുകളുടെയും സർവേകളുടെയൊക്കെ എണ്ണം വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പക്ഷേ സംഭവം ജെന്യുവനാണ്. നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പേച്ചക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനിയും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ ക്യാഷ് ക്രൈനെ പറ്റി എൻ്റെ ബ്ലോഗിനെ പറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയയ്ക്കുക. ഐ വിൽ ട്രൈ ടു ഹെൽപ്പ് യു. സംഭവം ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെയും കാര്യം പലർക്കും ഓൺലൈനിൽ വന്ന് പല തട്ടിപ്പിലും വന്ന് തലയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരുടെയും ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ കൊടുത്തതും ക്രെഡിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത്ര ഒന്നും വന്നിട്ടില്ല, എന്നാലും കുറച്ച് പൈസയൊക്കെ എൻ്റെയും പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതും ഈ ബ്ലോഗ് എഴുതിയതുമൊക്കെ. സ്കാം അല്ലാതെ ഇതിലൊരു വൈറസും ഇല്ല. കാര്യമായിട്ട് തന്നെ കയറി ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഓഫറുകൾ ചെയ്യുന്ന സമയത്ത് ചില ഓഫറുകളുണ്ടാവും. നിങ്ങളൊരു പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്ത് 30 ദിവസം യൂസ് ചെയ്യണം ഈ പൈസ കിട്ടണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പരമാവധി അങ്ങനത്തെ ചെയ്യാതിരിക്കുക. കമ്പ്യൂട്ടറിലോട്ടൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട. ഡൗൺലോഡ് ചെയ്യേണ്ട ഓഫറുകളൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മതി. കാര്യം ചിലപ്പോൾ ഇതിൻ്റെ കൂടെ കുറേ ടൂൾ ബാറുകളും സ്പാം വെയറും ആൻറ്റി വൈറസ് അത് ഇതെന്നൊക്കെ പറഞ്ഞൊക്കെ ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ കയറും. അതൊക്കെ മാക്സിമം ചെയ്യാതിരിക്കുക. ഫ്രീ ആയിട്ടുള്ള അല്ലാതെ സർവേകൾ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പൈസ ഇതിലുണ്ട്. നമ്മൾ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഓൺലൈനിൽ വന്ന് എന്തോരം സമയം വെറുതെ കളയുന്നു. അപ്പോൾ കുറച്ച് സമയം ഇതിൻ്റെ പുറത്ത് സ്പെൻഡ് ചെയ്യണം. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഹാർഡ് വർക്ക് പോലെ ഇരിക്കും നമ്മൾ എത്ര ഏൺ ചെയ്യുന്നു എന്നുള്ളത്. ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ ഒരു വർക്കും ചെയ്യാതെ നമ്മൾ വെറുതെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ബാങ്ക് നിറയെ പൈസ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റോ ഒരു സബ്സ്ക്രിപ്ഷനോ ഒരു ടെക്നോളജി ഗുരുവോ ഒന്നും എങ്ങുമില്ല. അത് കേട്ട് ആരും ഒന്നിനും കയറി പേ ചെയ്തേക്കില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. And if you have any questions, please email me or message me on Facebook. Thank you.